ബന്ധനസ്ഥനായ ഹനുമാനെ വധിക്കാൻ രാവണൻ ആജ്ഞാപിക്കുമ്പോൾ വിഭീഷണൻ തടയുന്നതാണ് ഈ രംഗം. എന്ത് ലങ്കേശന്റെ സാമ്രാജ്യത്തിൽ എന്താണ് ഒരു അപശബ്ദം? നമ്മുടെ ഭടന്മാർ ഏവനെ ഒരുത്തനെ പിടിച്ചിട്ടിക്കൊണ്ട് വരണം. തെറ്റിപ്പോയി. വീടങ്ങുനിന്റെ പേരന്തുനിന്റെ പ്ലാനെന്തുനിന്റെ കുട്ടിക്കൊരങ്ങ. വീടങ്ങുനിന്റെ പേരന്തുനിന്റെ പ്ലാനെന്തുനിന്റെ കുട്ടിക്കൊരങ്ങ. അയോധ്യ വാഴും ശ്രീരാമചന്ദ്രൻ ത്രൈലോക്യനാഥൻ അഭിരാമൻ. അയോധ്യ വാഴും ശ്രീരാമചന്ദ്രൻ ത്രൈലോക്യനാഥൻ അഭിരാമൻ. രാമ രാമ ജയ സീതാറാം ജയ രാമ രാമ ജയ സീതാറാം. രാമ രാമ ജയ സീതാറാം ജയ രാമ രാമ ജയ സീതാറാം. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രന്റെ വൃത്യനായ ദൂതനാണ് പടച്ച തമ്പുരാനെ ഈ നിൽക്കുന്ന നമ്മളെ ഹനുമാരെ. ആ രാമപുരങ്കന്റെ ദൂതപുരങ്കനാണോ നീ? മറ്റേ കാര്യം മറന്നുപോലെ. ചുമ്മാവിടല്ല ഈ ശുംഭനെ നിങ്ങൾ തമ്മേ വധിക്കുകി ചുമ്മാവിടല്ല ഈ ശുംഭനെ നിങ്ങൾ തമ്മേ വധിക്കുകി ബോറനെ. അരുതരുതു കൊല്ലരുതു ദൂതനെ രാജ്യ നിയമത്തിനതു കൊടും പാപമല്ലേ. അരുതരുത് കൊല്ലരുത് ദൂതനെ രാജ്യ നിയമത്തിനതു കൊടും പാപമല്ലേ. വിഭീഷണ, തിരുവായിക്കെതിരുവായില്ല. നിയമം പഠിപ്പിക്കണ്ട. നീ നമ്മളെ നിയമം പഠിപ്പിക്കണ്ട. നമ്മുടെ കൺമുമ്പിൽ വെച്ച് തന്നെ ഇവന്റെ കഴുത്തഴിയട്ടെ. ഒന്ന് തടക്കാൻ പറഞ്ഞേ. നീ ചൂടാവണ്ട. ഹനുമാൻ ഞാൻ കൊന്ന് കഥ വായിച്ചു പറയടാ. അരുതൊന്ന് പറയടാ പുല്ലേ. തന്റെ ന്യായങ്ങൾ ഒന്നും എനിക്ക് കേൾക്കണ്ട. ബാലയെ കളിച്ച് നടക്കാനല്ല, അസുഖം ചികിത്സിച്ച് ബലമാക്കാനാണ് തനിക്ക് ലീവ് തന്നത്. അല്ല സാർ, ലീവ് മാറിയപ്പോ അസുഖം മാറിയപ്പോ ലീവ് ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട്. ഇനി ഒന്നും പറയണ്ട. യു ആർ സസ്പെൻഡഡ്. അയ്യോ സാർ, പറഞ്ഞു കേട്ടില്ലേ? തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. നൗ ഗെറ്റ് ഔട്ട്. കാരണക്കുറ്റി നോക്കി ഒരു പെട ഞാൻ വെച്ച് തരും. കാര്യവിവരമുള്ള ഒരുത്തരെങ്കിലും ഇരിക്കേണ്ടത് കരുതിയാ തന്നെ ഞാൻ അകത്ത് കയറ്റിയത്. ഇന്നലെ ഒരു ബഹളവും ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന ബാലെ തല്ലിപ്പൊളിയാക്കിയത് താൻ ഒറ്റ ഒരുത്തനാ. ഇനി ഒരു നിമിഷം കൂടെ നിൽക്കരുത്, കടക്ക് പുറത്ത്. അങ്ങനെ പറയരുത് സാർ. എന്നെ ബാങ്കിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. സസ്പെൻഡ് ചെയ്ത് തന്റെ കുഴപ്പം കൊണ്ടാ.
ഇവിടുന്ന് എന്നെ ഇറക്കി വിട്ട എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല സാർ. ഒരു മാർഗമില്ലാത്തവർക്കുള്ളതാണ് തെണ്ടൽ. അതൊന്ന് പരീക്ഷിച്ച് നോക്ക്. ചെല്ല്. ഇവനെ ഒരു മിനിറ്റ് ഇവിടെ നിർത്തരുത്. ഇവനെ രോഹിന്റെ പിന്നാലെ മണത്ത് നടക്കുക കള്ള ഹംസി. ഞാനും കണ്ടിട്ടുണ്ട്. എടോ പറ്റേ മര്യാദയ്ക്ക് പറഞ്ഞ് ഇറങ്ങി പോവാൻ. ബാക്കിയുള്ളവരെ കഞ്ഞിക്കൂടെ പാറ്റയിടാ ഇറങ്ങി പോവാൻ. ഒന്ന് പൊട്ടിച്ച് കൊടുക്കുകയും അത് എനിക്ക് കഴിയില്ലേ? അത് ഞാൻ അതെ ഒറ്റ ഒറ്റ കണ്ണോടെ കണ്ണാസുറ്റി പോടോ. നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബില്ല് ഞാൻ ഒരു ലൈനിൽ സുരേഷ് മെന്നെ വിട്ടിട്ടുണ്ട്. ആ ബില്ല് ഇവിടെ ചെന്നാ ഉടനെ തന്റെ കാശ് കൈ കിട്ടും. വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ലോ. താൻ പേടിക്കണ്ടോ മാപ്പിളെ? രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ. തന്റെ നക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ലാണ് പറഞ്ഞിട്ട് അവസാനം ബില്ല് ഇങ്ങോട്ട് തിരിച്ചു വരരുത്. തനിക്ക് എന്നെ അറിഞ്ഞൂടാ. അറിയാം അറിയാം അറിയാം. അതുകൊണ്ടാ മുമ്പേ തന്നെ പറഞ്ഞത്. ആ വേഷങ്ങളൊക്കെ എവിടെ? പഠിക്കവരെ എടുത്തിട്ടുണ്ട്. കൈവണ്ടിയിലാ കൊണ്ടുവന്നിരിക്കണേ. പോയി എടുത്തോണ്ട് വാ. ഉണ്ടല്ലോ ആനന്ദപ്പെടാ. ഏതായി രോഹിണി? ആ ലിസ്റ്റിൽ ഒരുപാടുണ്ടല്ലോ, ഓർമ്മയാണില്ല. സത്യമായിട്ടും ജെയിംസ് എനിക്ക് തരാമെന്ന് അറിയില്ല. എന്നാലൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഒരു ക്ലാർക്കിനെ കൊണ്ട് ഇതൊന്ന് അന്വേഷിപ്പിക്കാം. ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്നാണല്ലോ പ്രമാണം. വേണ്ട, ആ ബില്ലിംഗ് ഇതാ, ഞാൻ തന്നെ അന്വേഷിച്ചോളാം. ഒരു ക്ലർക്കിന്റെ വേഷം കെട്ടി എനിക്ക് ചേരുമോ എന്ന് നോക്കട്ടെ. ചേടാ, കടുവയെ കിടവ് പിടിച്ച കഥയായല്ലോ. ആരാ? ശിവസുബ്രഹ്മണ്യം ഇല്ലേ? ശിവസുബ്രഹ്മണ്യമോ? അതെ, ബാങ്കിൽ ജോലിയുള്ള. ഓഹോ, അയാളോ? അയാളുടെ വീട് ഇതല്ല. നിനക്ക് വീട് തെറ്റിയോ മോളെ? ഇല്ല, ശിവസുബ്രഹ്മണ്യം പറഞ്ഞത് ഇതാണെന്നാ. ഇത് അയാളുടെ വീടാണെന്ന് പറഞ്ഞോ? പറഞ്ഞു. ഇതെന്റെ വീടാ. പിന്നെന്താ അയാൾ അങ്ങനെ പറഞ്ഞത്? അവൻ ഇതല്ല, ഇതിലപ്പുറവും പറയും. ഭൂലോക കള്ളൻ. ഇത്രയും വലിയൊരു കള്ളനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവൻ ബ്രാഹ്മണനാണോ എന്നൊരു എനിക്ക് സംശയമുണ്ട്. ഈസ് എ ബിഗ് ഫ്രോഡ്. നിങ്ങൾക്ക് എന്താ അവനുമായി ബന്ധം? ഗുരുവായൂരപ്പ, ഇപ്പോഴെങ്കിലും ഇത് അറിഞ്ഞത് നന്നായി. കല്യാണത്തിന് ശേഷമായിരുന്നെങ്കിലോ? കല്യാണമോ? വെറുതെ അബദ്ധത്തിലൊന്നും ചെന്ന് ചാടരുത്. പെണ്ണ് വീട്ടുകാരെ ഒന്ന് ഇംപ്രസ് ചെയ്യാനാവും ഇത് അവന്റെ വീടാന്ന് പറഞ്ഞത്. ഇപ്പൊ ജോലിയൊന്നുമില്ല. കള്ളത്തരം കാണിച്ചതിന് സസ്പെൻഷനില്ല. നിങ്ങൾ ഈ പെണ്ണ് കൊലയ്ക്ക് കൊടുക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താ സാറേ, ബില്ല് പാസ്സായ? അതിന്റെ കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങളല്ലേ 30,000 രൂപയുടെ ബില്ല് അയച്ചത്? അതെ, ഇതിലൊരു കള്ളത്തരില്ല കേട്ടോ. ബില്ലെന്താ അവിടേക്ക് അയച്ചത്? പിന്നെ എന്റെ അമ്മായിപ്പന്റെ വീട്ടിലേക്ക് അയക്കാ. നിങ്ങൾ ചെക്കിങ്ങിന് വന്നതായിരിക്കും അല്ലേ? ബില്ല് സുരേഷ് മേനോൻ സാർ കണ്ടോ? ആ, ഇല്ലെന്ന് തോന്നുന്നു. ആ, അതാ കുഴപ്പം. അങ്ങേര് കണ്ടാ ഉടനെ പാസ്സാക്കിയേനെ. അതെന്താ? സുരേഷ് മേനോൻ സാറിന്റെ കാമുകി ബാലയിൽ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയുമാണ് ആ ബില്ല്. എനിക്ക് അല്ല, അങ്ങേർക്ക് അങ്ങനെ ഒരു കാമുകയില്ലല്ലോ. പിന്നെ തന്നോട് എഴുന്നള്ളിച്ചിട്ടാണല്ലോ അയാൾ പ്രേമിക്കാൻ പോണത്. ഇതൊക്കെ മുതലാളിമാരുടെ സ്വന്തം കാര്യം. താൻ ബില്ല് മുതലാളിയുടെ കൈ കൊടുത്താൽ മതി, അത് പാസ്സായിക്കോളൂ. ശരി, കൊടുത്തേക്കാം. അല്ല, നിങ്ങൾ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞു? കീരിക്കാട്ട് ചെല്ലപ്പൻ പറഞ്ഞു. കീരിക്കാട്ട് ചെല്ലപ്പൻ അയാളുടെ ട്രൂപ്പിലെ നായിക രോഹിണിയ സുരേഷ് മേനോൻ സാറിന്റെ കാമുകി. ഈ ബാലേ ട്രിപ്പ് എവിടെയാ? അത് ഇവിടെ അടുത്താ. അപ്പൊ ഞാൻ വരട്ടെ? സാറേ, ആ ബില്ലൊന്ന് പാസ്സാക്കണേ. ആ, നോക്കട്ടെ. നമുക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് വേണമെങ്കിൽ ഞാൻ ശരിയാക്കി തരാം. തേങ്ങ അടിക്കണം എന്ന് പറഞ്ഞ അമ്മയുടെ നെഞ്ചത്ത് തന്നെ വേണോ? എന്താ പറഞ്ഞ? അല്ല, ഈ കാശ് ഉടനെ ശരിയാക്കാം. ആ